പഴയകാല നാട്ടുനന്മയിലേക്കൊരെത്തിനോട്ടം. പല നാട്ടുനന്മകളും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈർമല്യമുള്ള സുഖശീതളമായ പല കാഴ്ചകളും അതിലൊന്നാണ് പഴയകാല ചായക്കട. ഒരു ഗ്രാമത്തിൻ്റെ സ്പന്ദനമാണ് ആ ഗ്രാമത്തിലെ ചായക്കട. അതായത് ആ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നും പറയാം. ദേശീയവും അന്തർദേശീയവുമായ സർവ്വകാര്യങ്ങളും അവിടെ ചർച്ചാ വിഷയമാകുന്നു. ഗ്രാമവാസികളായ ഭൂരിഭാഗം പേരും വലിപ്പച്ചെറുപ്പമില്ലാതെ, ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ അവിടെ ഒത്തുകൂടുന്നത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ഒരു വിശ്രമവും സൗഹൃദം പങ്കുവയ്ക്കലും കൂടിയാണ്. ചിലർ പൊടിപ്പും തൊങ്ങലും വെച്ച് പല കഥകളും പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാനും ഇത്തിരി അസൂയയും കുശുമ്പും ഏഷണിയും ഒക്കെ കലർത്തി പറയാനും അതൊക്കെ ഗൗരവത്തിലെടുക്കാതെ രസകരമായി ആസ്വദിക്കാനും കഴിയുന്ന സമഭാവനയുള്ള ഗ്രാമീണരുടെ നിസ്വാർത്ഥമായ ഒരു കൂട്ടായ്മയുടെ ആകർഷകമായ ഒരു ചിത്രം നമുക്കവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഗ്രാമീണ ജീവിതത്തിൻ്റെ കണ്ണാടിയായ ചായപ്പീടികയിൽ ആ ഗ്രാമത്തിലെ ഓരോരുത്തരുടെയും ഹൃദയത്തുടിപ്പുകൾ പ്രതിഫലിക്കുന്നു. അധികം മുറികളൊന്നും ഉണ്ടാവില്ല. കയറി ചെല്ലുന്നത് സാമാന്യ വലിപ്പമുള്ള മുറിയിലായിരിക്കും. അതിൻ്റെ ഒരു വശത്ത് ചായ ഉണ്ടാക്കാൻ പാകത്തിൽ അടുപ്പിൽ സദാസമയവും കലത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ടാകും. അതിനടുത്തായി ചായക്കുള്ള പാൽ തിളപ്പിച്ചിട്ടുണ്ടാകും. ഉപയോഗിക്കുന്നത് മൺകലവും ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവിയുമായിരിക്കും. ചായ അരിക്കാനുള്ള സ്പോഞ്ചി അവിടെ അടുത്ത് തന്നെ ഒരു കൊളുത്തിൽ തൂക്കിയിട്ടിരിക്കും. അവിടെ തന്നെ ഒരു പലക മേലെ ചായപ്പൊടി, പഞ്ചസാര എന്നിവ ഭരണിയിലോ കുപ്പിയിലോ ഇട്ട് വെച്ചിട്ടുണ്ടാകും. പിൻഭാഗത്ത് ചെറിയ ഒരു മുറി ചെരിച്ച് കെട്ടിയിട്ടുണ്ടാകും. ഇതൊക്കെയും മറച്ചിരിക്കുന്നതും മേഞ്ഞിരിക്കുന്നതും കഴുക്കോലും ഓലയും ഉപയോഗിച്ചാണ്. പലഹാരങ്ങൾ പാകം ചെയ്യാനാണ് ചെറിയ മുറി. അതിനോട് ചേർന്ന് വേറെയും ചെറിയ മുറി ചിലയിടങ്ങളിൽ ഉണ്ടാകും. ഇവിടെ സ്ത്രീകൾക്ക് ഇരുന്ന് ചായ കഴിക്കാനാണ്. മുൻവശത്തെ മുറിയിൽ ചായ അടിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ കണ്ണാടി അലമാര ഉണ്ടാകും. അതിലാണ് പലഹാരങ്ങൾ സൂക്ഷിക്കുക. കടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം അവിടെ എന്തൊക്കെയാണ് പലഹാരങ്ങൾ കഴിക്കാനുള്ളത് എന്ന്. വരുന്നവർക്ക് ഇരിക്കാൻ ബെഞ്ചുകളും ചായയും പലഹാരവും വെച്ച് കഴിക്കാൻ ഡെസ്കുകളും ഉണ്ടാവും. അതാത് ദിവസത്തെ പത്രവും കാണും. ചായ കഴിക്കുന്നതിനൊപ്പം പത്രവായനയും നടക്കും. പത്രവാർത്തകൾ ചർച്ച ചെയ്യും. ചിലയിടങ്ങളിൽ റേഡിയോ ഉണ്ടാകും. അത് കേൾക്കാനും കൗതുകമാണ് ഗ്രാമീണർക്ക്. നല്ല സ്ട്രോങ് ഉള്ള ചായക്കൊപ്പമുള്ള പത്രവായനയും റേഡിയോ കേട്ട് ആസ്വദിക്കലും വെടിപറച്ചിലുമായി അവർ അവിടെ സമയം ചെലവഴിക്കുമ്പോൾ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷങ്ങൾ എല്ലാം കൊണ്ടും മനസ്സിന് ആശ്വാസവും അറിവും ആനന്ദവും നൽകുന്ന അനുഭവമാണ്. ചിലർക്ക് ചായക്കടയിലെ ചായ തന്നെ കിട്ടണം. അതൊരു ഗൃഹാതുരതയാണ്. അവരുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം ആ ചായയോടൊപ്പമാണ്. അത് കഴിഞ്ഞുള്ള സംഭാഷണമാണ് അതിലേറെ രസകരം. തനിക്ക് കിട്ടിയ വാർത്തകൾ അവിടെ വിളമ്പും. പലതും രഹസ്യങ്ങളും അസൂയയും കുശുമ്പും നിറഞ്ഞ ഏഷണികളുമായിരിക്കും. പക്ഷേ ആ സംഭാഷണം കൊണ്ട് പ്രത്യേകിച്ചൊരു ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല. ചിലർ ചായ കഴിച്ച് അവരവരുടെ തൊഴിലിന് പോകും. തൊഴിലിന് പോകാത്തവർ അവിടെ ഇരുന്ന് അവരുടെ പഴയകാല ജീവിതങ്ങൾ അയവിറക്കും. പുരാണങ്ങൾ പറയും. ചിലർ പാട്ടുപാടും. ചിലർ ചായ കഴിച്ച ഉടനെ പൈസ കൊടുക്കുമെങ്കിലും ഭൂരിഭാഗം പേരും പറ്റു പറയുകയാണ് ചെയ്യുക. അതവിടെ ചുമരിൽ കരിക്കട്ട കൊണ്ട് എഴുതിയിടും. ആ നാട്ടിലെ ജന്മിമാരുടെ വയലിലും പറമ്പിലും ജോലി ചെയ്യുന്നവരായിരിക്കും അധികം പേരും. ചായക്കടക്കാരൻ്റെ ഭാര്യയും കൂടി ചേർന്നായിരിക്കും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രാമീണതയുടെ രുചി നിറഞ്ഞ ആ പലഹാരത്തിൽ യാതൊരുവിധ മായവും കലർത്തില്ല. വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും പഴക്കുലകളും, അതായത് വാഴക്കുലകളുമായിരിക്കും. അതെല്ലാം തന്നെ കൃത്രിമ വളങ്ങളോ കീടനാശിനിയോ തളിക്കാത്ത ശുദ്ധമായതുമായിരിക്കും. അതുകൊണ്ട് തനി നാടൻ വിഭവങ്ങൾ രുചിയോടെ വിഷമയമില്ലാതെ ചൂടോടെ കഴിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ പോലെ പായ്ക്കറ്റ് പാൽ, പായ്ക്കറ്റ് പൊടികൾ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. പറമ്പിലെയും വയലിലെയും പച്ചപ്പുല്ലും കാടിയും കൊടുത്തു വളർത്തുന്ന നാടൻ പശുവിൻ്റെ പാലാണ് ചായക്കെടുക്കുന്നത്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ അരിയും മാവുമൊക്കെ യന്ത്രസഹായമില്ലാതെ കൈകൾ കൊണ്ട് അരച്ചും ഇടിച്ചുമാണ് ഉണ്ടാക്കുന്നത്.
കാലത്തിന്റെ പുരോഗതിക്കനുസരിച്ച് ചായക്കടകൾക്കും അവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കും അവയുടെ ചേരുവകൾക്കും മാറ്റം വന്നു തുടങ്ങി. പഴയ ഗ്രാമത്തനിമയുടെ സ്വാദും ശുദ്ധിയും പോഷകവും ഇല്ലാതായി. പകരം സ്വാദ് കൂട്ടാൻ പല രാസവസ്തുക്കളും സ്ഥാനം പിടിച്ചു. ആഹാരത്തിന് ശുദ്ധിയും പോഷകവും കുറഞ്ഞത് നികത്താൻ പല അലങ്കാര വസ്തുക്കളും അതിനോടൊപ്പം വന്നു ചേർന്നു. അന്ന് ചായക്കടക്കാരനും കുടുംബവും ചേർന്നാണ് ചായക്കട നടത്തിയിരുന്നത്. അവരുടെ ജീവിതമായിരുന്നു ആ ചായക്കട. ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ നിറഞ്ഞു ഇവിടെയൊക്കെ. പഴയ തനിമയും ഹൃദയബന്ധവും നഷ്ടപ്പെട്ടു തുടങ്ങി. പറ്റു പറയുന്നതൊക്കെ കാലഹരണപ്പെട്ടുപോയി. അക്കാലത്ത് ഇന്നത്തെ പോലെ കരൾ, കിഡ്നി, ഹൃദയ സംബന്ധമായ രോഗങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ വളരെ കുറവായിരുന്നു. അതുപോലെ വ്യക്തിവിദ്വേഷം, രാഷ്ട്രീയ പകപോക്കൽ, പ്രണയപ്പക, ലഹരിക്കടിമപ്പെട്ട് കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും കൊലപാതകങ്ങൾ, പീഡനങ്ങൾ എന്നിവയൊക്കെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും വെറുപ്പോ നീരസമോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് ചർച്ച ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് സമരസപ്പെട്ടു പോകുമായിരുന്നു. ഒത്തുതീർപ്പാക്കുന്നതൊക്കെ ചായക്കടയിൽ വെച്ചായിരിക്കും. പഴയകാല ചായക്കടയുടെ നൈർമല്യം നേരിട്ടനുഭവിച്ച നമുക്ക് അന്നത്തെ ഗ്രാമക്കാഴ്ച മനസ്സിൽ പതിഞ്ഞതാണ്. ഗ്രാമീണർ തമ്മിലുള്ള ആത്മബന്ധം, പുരകെട്ടുന്ന സമയത്തും കല്യാണം, മരണാനന്തര ചടങ്ങ് എന്നിവയൊക്കെ ചായക്കടയിൽ വന്ന് പറഞ്ഞാൽ മതി. ആ വിവരം അന്യോന്യം കൈമാറി കൈമെയ് മറന്ന് സഹായിക്കും. ഞങ്ങളുടെ വീടിന് നേരെ താഴെ ഒരു ചായക്കടയുണ്ടായിരുന്നു. ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ആവശ്യമോ വന്നാൽ ഉടനെ ഓടിച്ചെല്ലുക ചായക്കടയിലേക്കാണ്. ഉടനെ എല്ലാവരും എത്തി വേണ്ടതുപോലെ ചെയ്തു തരും. നാട്ടുകാരുടെ കൂട്ടായ്മയാണ് അവിടെ നടക്കുന്നത്. ഇന്നോ ഓൺലൈൻ ഡെലിവറി, ഹോം ഡെലിവറി, റെസ്റ്റോറൻറ്റുകളും മാളുകളും ഗൂഗിൾ പേയും. സുഭിക്ഷമായി കഴിച്ചതിൻ്റെ ബാക്കി ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ കളയുന്നു. ഗ്രാമത്തിലെ ചായക്കിടയിൽ ഭക്ഷണം ബാക്കി വന്നാൽ അടുത്ത വീടുകളിൽ കൊടുക്കും. പരസ്പരം കാര്യങ്ങൾ അറിയുന്നു, സഹായിക്കുന്നു. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചത് കൊണ്ട് ആ നല്ല ഓർമ്മകളിലേക്ക് ഒന്നുകൂടി പോകാൻ കഴിഞ്ഞു. ഗ്രാമീണതയുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും നൈർമല്യവും നിറഞ്ഞു തുളുമ്പുന്ന പല ഗ്രാമക്കാഴ്ചകളും ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മനസ്സ് വിങ്ങുന്നുണ്ട്. പക്ഷേ കാലത്തിൻ്റെ അതിവേഗത്തിലുള്ള പുരോഗതിക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് പഴയ മനസ്സുകളും. കാലത്തിനൊത്ത് മാറിയല്ലേ പറ്റൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പഴയ കാല ചായക്കടകളുടെ തനിമ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇന്നും പഴയകാല ചായക്കടകൾ നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു സത്യമാണ്. ചില യാത്രകളിൽ അങ്ങനെയുള്ള ചായക്കടകൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. വീണ്ടും ആ നല്ലോർമ്മകൾ മനസ്സിനെ കുളിരണിയിക്കും. ജനങ്ങൾ തമ്മിലുള്ള ഒരുമയും പരസ്പര സഹായവും ആത്മബന്ധവും നിലനിന്നിരുന്ന ഗ്രാമത്തിൻ്റെ ഹൃദയമായ ചായക്കടകൾ. അവതരിപ്പിച്ചത് ഒക്കെ ശൈലജ ടീച്ചർ.